ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ വീഡിയോ ഓഫ് ദ പാത്ത് മേക്കർ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ AGVയുടെ K1 സീരീസിൽ പെട്ടിട്ടുള്ള ഒരു അടിപൊളി ഹെൽമെറ്റാണ്. അപ്പോൾ എല്ലാവരും എന്താ പറയുക, ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല ജസ്റ്റ് തലയിലൊരു സാധനം വെച്ച് പോവുക എന്നുള്ളൊരു കോൺസെപ്റ്റിലല്ല എല്ലാവരും. നല്ല രീതിയിൽ, കാരണം വെച്ചാൽ ഇന്നത്തെ റോഡ് കണ്ടീഷൻ അങ്ങനെയാണ്. അതേപോലെ ഇഷ്ടം പോലെ ആക്സിഡൻറ്റും നമ്മുടെ ഒരു ബൈക്കിംഗ് കൾച്ചറും അതേപോലെ ഒരു എന്താ പറയുക ഹെൽമെറ്റിനോടുള്ളൊരിതും എല്ലാം മാറിയിട്ടുണ്ട്. അത് വലിയൊരു കാര്യം തന്നെ. അപ്പോൾ എല്ലാവരും നല്ലൊരു പൈസ ഹെൽമെറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല പല പല ബ്രാൻഡുകളും ഇവിടെ ഡയറക്റ്റ് വന്ന് സെല്ലിങ്ങൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. പണ്ടൊക്കെ AGV ഇമ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തായിരുന്നു. ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള ഷോപ്പുകളിൽ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകും. അപ്പോൾ ഈ വീഡിയോ എങ്ങനെ പോകുന്നത് വെച്ചാൽ, ഫസ്റ്റ് ഞാൻ ഹെൽമെറ്റ് കാണിക്കുന്നു, അതിനുള്ള കാര്യങ്ങൾ കാണിക്കുന്നു, പിന്നെ കുറച്ച് ടിപ്സ്, പിന്നെ കുറച്ച് കാര്യങ്ങളായിട്ട് അങ്ങനെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതാണ് വീഡിയോ. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട കാണുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നമുക്ക് വഴിയെ കൊണ്ടുവരാം. അപ്പോൾ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് AGVയുടെ ഒരു ഹിസ്റ്ററി ഒക്കെ പറയാം, എന്നിട്ട് മതി നമ്മുടെ ഈ ഇതിൻ്റെ കുറച്ച് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇറക്കാം. അപ്പോൾ AGVനെ കുറിച്ച് പറയുമ്പോൾ, ഈ ട്രൈ കളർ ലോഗോ തന്നെയാണ് ഈ AGVയുടെ മെയിൻ. ഈ ഒരു സംഭവം കണ്ടിട്ടാണ് ആൾക്കാർ മനസ്സിലാക്കുന്നത് ഇത് AGVയുടെ ഹെൽമെറ്റാണ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഹെൽമെറ്റ് നോക്കിയാൽ തന്നെ, ഈ ഒരു ലോഗോ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു ഹെൽമെറ്റിൻ്റെ ഷേപ്പിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതേപോലെ AGV എന്ന് പറഞ്ഞാൽ അമിസാനോ ഗിനോ വെലൻസ എന്നാണ്. വെലൻസ എന്ന് പറഞ്ഞ രാജ്യത്ത് അമിസാനോ ആണ് ഈ ഒരു ഹെൽമെറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തതും. അങ്ങനെ ഒരു കമ്പനി AGV എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയതൊക്കെ ആളാണ്. അപ്പോൾ മെയിനായിട്ട് പറയുമ്പോൾ 1947 ആണ് ഇത് ലോഞ്ച് ആവുന്നത്. ഇറ്റാലിയൻ കമ്പനിയാണ് ഇത്. അതേപോലെ തന്നെ 2008 നമ്മുടെ വാലന്റീനോ റോസി ഇതിൻ്റെ ചെയർമാനൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. റേസിംഗ് ഓറിയൻറ്റഡ് ആയിട്ട് ഉള്ള ഒരു എന്താ പറയുക ഹെൽമെറ്റ് ഉണ്ടാക്കുന്ന ഒരു ടീമാണ് AGV എന്ന് പറയുന്നത്. പണ്ട് മുതലേ അവർ ഭയങ്കരമായിട്ട് ഇതിനോട് സ്പിരിറ്റഡ് ആണ്. അപ്പോൾ എന്തായാലും ട്രാക്ക് ഓറിയൻറ്റഡും അല്ലാത്തതും നമ്മുടെ ഡെയിലി പരിപാടികൾക്കും എല്ലാത്തിനും അവർ നോക്കിയിട്ടുള്ള ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. അതൊക്കെ തന്നെയാണ് AGV എന്ന് പറയുന്നത്. പിന്നെ പണ്ട് അവൈലബിൾ ആയിരുന്നില്ല നമ്മുടെ നാട്ടിൽ പറഞ്ഞ പോലെ തന്നെ, പക്ഷേ ഇന്ന് അവൈലബിൾ ആണ്, നമുക്ക് നോക്കിയെടുക്കാം. ആദ്യം ഞാൻ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം, അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്. അപ്പോൾ ഡയറക്റ്റ് അങ്ങനെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇനി ഞാൻ ഓരോ പാർട്സും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടും അതേപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. ഇത് ഉണ്ടാക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് തെർമോ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമാണ്, ഒരു റെസിനാണത്. അപ്പോൾ എന്തായാലും ഭയങ്കര അബ്സോർപ്ഷനും കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ തന്നെ എത്ര ഹൈ സ്പീഡ് ക്രൂസിങ്ങിലും ഇതിന് നല്ല സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഭയങ്കര കാറ്റുണ്ട്, അതുകൊണ്ട് എത്രത്തോളം ഇതിന് ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ മാക്സിമം സൗണ്ടിലാണ് ഇവിടെ പറയുന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നന്നായി കേൾക്കുമെന്ന് വിചാരിക്കണം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കാം. അപ്പോൾ ഇവിടെ എയർവെൻസ് എന്ന് പറയണത് ഇതാ ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഫോഗിന് വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. ഫോഗ് ഇതിൻ്റെ ഉള്ളിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് സംഭവമാണത്. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പരിപാടി. അതേപോലെ തന്നെ ഏറ്റവും അടിപൊളി ഒരു സാധനം ഈ ബാക്കിലത്തെ സ്പോയിലർ. ഇത് ഭയങ്കര ലുക്കായിട്ടുള്ള സംഭവമാണ്. കുറേ ഹെൽമെറ്റൊക്കെ ഇതിപ്പോൾ ഇതേപോലെ ഈ ഒരു ഡിസൈൻ ഓപ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇവർ തന്നെയാണ് ഇതിൽ ആദ്യം ഈ സംഭവം കൊടുന്നത്. അതേപോലെ എന്താ പറയുക വെച്ചാൽ, ഈ ഒരു സംഭവം ഇതിൻ്റെ ഉള്ളിലത്തെ ഈ ഒരു കംപ്ലീറ്റ് കാര്യങ്ങൾ ഊരിയിട്ട് വാഷ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സംഭവമാണ്. അതേപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള നമുക്ക് ഭയങ്കര സപ്പോർട്ട് തരുന്നൊരു ഹെൽമെറ്റാണിത്. കാരണം വെച്ചാൽ ഫുൾ ടൈറ്റ്, ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഫുൾ സേഫായിട്ട് നമുക്ക് തോന്നും. എല്ലായിടത്തും നമുക്ക് ഇങ്ങനെ ആടി കളിക്കുന്ന ഹെൽമെറ്റ്. ഫുൾ കുഷ്യൻ്റാണ് ഇവിടെയൊക്കെ. കംപ്ലീറ്റ് ഇവിടെ പാഡിങ് കൊടുത്തിട്ട് അടിപൊളിയിട്ട് ഇവിടെ ഈ ഒരു സ്ട്രാപ്പും കൂടി നന്നായിട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് കാണണ്ടോയെന്നറിയില്ല, ഇവിടെ ഒരു ഇൻ്റർകോമൊക്കെ കണക്ട് ചെയ്യാനുള്ള സെറ്റപ്പ് ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട്. നമ്മളത് എക്സ്ട്രാ ചെയ്യിപ്പിക്കേണ്ടതാണ്. ഇതിൽ വന്നിട്ടില്ല. ഇതിൽ അവരുടെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ റൈഡറിൻ്റെ കൺവീനിയൻസ് അനുസരിച്ചിട്ടൊക്കെ നമുക്ക് വേണമെച്ചാൽ അത് ഭാവിയിൽ ചെയ്യാവുന്നതാണ്. പിന്നെ ഡീറിംഗ് ആണ് ഈ ഹെൽമെറ്റ് വന്നിട്ടുള്ളത്. അതേപോലെ ഏകദേശം 15K ആണ് ഇതിൻ്റെ ഒരു റേറ്റ് വന്നിട്ടുള്ളത് ഈ ഹെൽമെറ്റിൻ്റെ. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ഷേപ്പ് തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇത് എന്താ പറയുക, ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡ് അനുസരിച്ചുള്ള ഷേപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് പക്ക എയറോഡൈനാമിക് ആയിട്ട് അത്രയും ടെസ്റ്റും കാര്യങ്ങളൊക്കെ സാറ്റിസ്ഫൈ ചെയ്തിട്ട് ഇറക്കിയിട്ടുള്ള ഡിസൈനാണ്. അതല്ലാണ്ട് ചുമ്മാ കയറി ഉണ്ടാക്കിയിട്ടുള്ള ഡിസൈനല്ല. അപ്പോൾ അതിൻ്റെ നമ്മൾ പോവുമ്പോൾ ഈ ഒരു ഹെൽമെറ്റ് ഇട്ടിട്ട് നമ്മൾ പോവുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ, അതേപോലെ തന്നെ എന്തിനാണ് ഈ ഷേപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ
നമുക്ക് മനസ്സിലാവും ഇതൊരു ഇട്ടിട്ട് പോകുമ്പോൾ. അപ്പോൾ ഈ ഒരു ഹെൽമെറ്റ് ഇപ്പോൾ യൂസ് ചെയ്യണ ഇൻ്റർസെപ്റ്റർ 650 അപ്പോൾ ഇതിൻ്റെ ഈ ഹെൽമെറ്റിൻ്റെ ഓണർ എന്ന് പറയുന്നത് നമ്മുടെ ഇതിൻ്റെ മുന്നേ തന്നെ ഇൻ്റർസെപ്റ്ററിൻ്റെ ഒരു റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലുണ്ടായിരുന്നത് പുൽച്ചാടി 650 എന്ന് പറഞ്ഞ ആളുടെ ഇൻസ്റ്റാഗ്രാം നെയിം നിങ്ങൾ നോക്കി നോക്കുക, ആ ഒരു പ്രൊഫൈലും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഹെൽമെറ്റൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ ഇനി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ട്രക്ചർ പറഞ്ഞു, ഇൻ്റർകോം ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ വളരെ നല്ലൊരു ഒരു ചോയ്സാണ് AGV എന്ന് പറയുന്നത്. ഇത് AGVയുടെ K1 സീരീസാണ്. ഈ ഒരു ഹെൽമെറ്റ് ചെറിയൊരു മൂവ്മെൻ്റ് എങ്കിലും കൊടുക്കണമെന്ന് പറയുന്നത് 180 അല്ലെങ്കിൽ 160 മുതൽ 180 ഉള്ള, ഞാൻ അത്രയും സ്പീഡ് എടുക്കാൻ പ്രൊമോട്ട് ചെയ്യല്ല, എന്നാലും ഇതിൻ്റെ ഒരു എന്താ പറയുക, ഇതിൻ്റെ ഒരു പക്ക പെർഫോമൻസ് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളത് പറഞ്ഞതെന്നുള്ളൂ. അതേപോലെ തന്നെ ഇത് ക്ലീൻ വൈസറാണ്. ഇതല്ലാണ്ട് നമ്മുടെ ഇതുണ്ട്, സ്മോക്ക്ഡ് വൈസർ ഉണ്ട്. അതിന് 5000 റുപ്പീസാണ് വരുന്നത്. AGVയുടെ ഒറിജിനൽ വെക്കുകയാണെന്ന് വെച്ചാൽ ഒറിജിനൽ തന്നെ വെക്കുക എല്ലാ കാര്യങ്ങളും. കാരണം എന്താ വെച്ചാൽ ഓരോ പെർഫോമൻസ് ആയാലും കുറേ കാര്യങ്ങളൊക്കെ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ഒറിജിനൽ വയ്ക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയും കാര്യങ്ങളുണ്ടാവും. നമ്മൾ വിചാരിക്കും എന്താ ഒരേ സ്ട്രക്ചർ ആവുന്നത്, പക്ഷേ അല്ല, അതിന് എല്ലാത്തിനും ഓരോരോ ഡിഫറൻസ് കാണിക്കും, ഉറപ്പാണത്. ഇനി നമുക്ക് ഈ ഹെൽമെറ്റിൻ്റെ കുറച്ച് ടിപ്സ് സംസാരിക്കാം. അപ്പോൾ മെയിനായിട്ട് വരുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത്, ഇത് നിങ്ങൾ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ വളരെ നന്നാവും, നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് പോകരുത്. അപ്പോൾ എനിവേസ്, ഈ ഒരു ഹെൽമെറ്റുകൾ നമ്മൾ മേടിച്ചതിന്, ഏതൊരു ഹെൽമെറ്റ് ആവട്ടെ, അത് മേടിച്ചതിന് ശേഷം അതിൽ കണ്ട സാധനങ്ങളൊക്കെ കുത്തി നിറച്ച് വെക്കരുത്. അതായത് കൊമ്പ്, കുഴൽ, ഇത് പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ, മുടിയൊക്കെ വെക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ വെച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു ലിമിറ്റഡ് സ്പീഡിന് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ആരെങ്കിലും ഈ കൊമ്പും കുഴലും വെച്ചവരും മെല്ലെ പോണ ആൾക്കാരെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. എന്തായാലും 100ന് മുകളിൽ പോണ ആൾക്കാരായിരിക്കും. എല്ലാം ഇല്ലീഗലാണ്, മറ്റേ 100ന് മുകളിൽ പോകണം. എന്നാലും ഈ ഒരു ഹെൽമെറ്റിൻ്റെ പെർഫോമൻസ് നല്ല രീതിയിൽ തന്നെ ബാധിക്കും. നമ്മൾ എത്ര സ്പീഡ് എടുക്കണോ അത്രയും നമ്മുടെ എന്താ പറയുക, റോഡിൽ ഉള്ള ഓരോ സംഭവങ്ങളുടെ ഇമ്പാക്റ്റ് നമുക്ക് ഡയറക്റ്റായിട്ട് കിട്ടും. കാരണം എന്താ, ചെറിയൊരു കല്ലുണ്ടാകുമ്പോഴും ആ ടയറിൻ്റെ റൊട്ടേഷൻ എത്ര സ്പീഡാണ് വെച്ചാൽ നമുക്ക് ഓരോരോ ആപത്തുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ ഒരു ഹെൽമെറ്റ് എന്ന് വെച്ചാൽ എന്താന്ന് പറയേണ്ടത്, നമ്മൾ പല സന്ദർഭങ്ങളിലും ലൈഫ് തിരിച്ച് കിട്ടാനുള്ളൊരൊറ്റ കാര്യങ്ങൾ ഹെൽമെറ്റ് ആയിട്ടുണ്ടാവും. അതിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന സ്റ്റിക്കറുകൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെ ഇതിനെ ബാധിക്കും. അതേപോലെ ഞാൻ കണ്ടിട്ടുണ്ട് ചില സ്പ്രേകൾ ലോക്കലി നമുക്ക് എങ്ങനെയും യാത്ര പോകുമ്പോഴൊക്കെ ഒരു ട്രെയിൽ കൊടുത്തിട്ട് കുറേ ആൾക്കാരൊക്കെ വിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. ഈ ജാതി സാധനങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഹെൽമെറ്റിൻ്റെ ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ഭയങ്കര സെൻസിറ്റീവാണ്. നമ്മൾ കാണുന്ന പോലെ തന്നെ ഈ ഒരു ഔട്ടർ ലെയറിലാണ് നമ്മൾ ഈ സ്പ്രേയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു സൊല്യൂഷൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഗ്രാജുവലി ഒരു ഡേയിലൊന്നും ആവില്ല, ഗ്രാജുവലി നമ്മളിത് ക്ലീൻ ചെയ്യാനോ എന്തിനേയും വേണ്ടിയിട്ട് ഇത് അപ്ലൈ ചെയ്തിട്ട് ലാസ്റ്റ് ഇതിൻ്റെ സ്ട്രക്ചർ മാറി അതിൻ്റെ മറ്റേ എന്താ പറയുക, അതിൻ്റെ സ്ട്രക്ചറിൽ ഓരോരോ ഇതുകൾ വരും. അങ്ങനെ ഇതിൻ്റെ സ്ട്രക്ചർ ബലം ഇല്ലാണ്ടാവും. അപ്പോൾ നമ്മൾ ഇത്ര പൈസ മേടിച്ചതിനും ഒന്നിനും ഒരു കാര്യം ഇല്ലാണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കാം. അതേപോലെ ഇനിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്വന്തമായിട്ട് ഒരു ഹെൽമെറ്റിൻ്റെ സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് അതൊക്കെ മാറ്റുക, അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല ലാസ്റ്റ് അതെന്താവുന്നു. കാരണം വെച്ചാൽ ഓരോ ഹെൽമെറ്റും വരുന്ന ഒരുപാട് ടെസ്റ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ അതേപോലെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും സാധ്യമല്ല. അപ്പോൾ പെട്ടെന്ന് ഒരു ആപത്തിനെ വിളിച്ചു വരുത്തുക എന്നുള്ള പോലെയൊക്കെ അതാവും. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കാം. ഇനി നെക്സ്റ്റ് ഒരു കേസ് പറയുകയാണെന്ന് വെച്ചാൽ, ഹെൽമെറ്റ് മേടിക്കുമ്പോഴുള്ള കാര്യമാണ്. ഹെൽമെറ്റ് മേടിക്കുമ്പോൾ നമ്മൾ നല്ല ഇൻവെസ്റ്റ് ചെയ്യുക, നമ്മുടെ മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യുക. ഞാനൊരു പ്രത്യേക ബ്രാൻഡിനെ ഒന്നും പ്രൊമോട്ട് ചെയ്യല്ല. ഏത് ഹെൽമെറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം. നിങ്ങൾക്ക് എന്താ പറയുക, റിവ്യൂസൊക്കെ നോക്കുക, അല്ലെങ്കിൽ റൈഡേഴ്സിൻ്റെ ആരെങ്കിലും ചോദിക്കുക. അങ്ങനെ ചോദിച്ചിട്ട് നല്ല ഒരു ഹെൽമെറ്റ് പോയി മേടിക്കുക എന്നേ പറയുള്ളൂ. നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണെന്ന് വെച്ചാൽ അത് മാക്സിമം എക്സ്റ്റെൻഡ് ഉള്ള പൈസ മേടിക്കുക. അതായത് ഇപ്പോൾ ഒരു 15K കയ്യിലുണ്ട് വെച്ചാൽ 12K ഒരു ഹെൽമെറ്റ് കിട്ടുകയെന്ന് വെച്ചാൽ അതല്ല ഏറ്റവും നല്ലത്, ഏറ്റവും പ്രൈസി ആയിട്ട്, എന്ന് വെച്ചാൽ ബഡ്ജറ്റിൽ ഇരിക്കണതിൽ ഏറ്റവും പ്രൈസ് കൂടുതലുള്ളത് പോയി മേടിക്കാം. അതേപോലെ തന്നെ നോക്കുക നല്ല ബ്രാൻഡാണോ, എത്ര പേര് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് ചോദിക്കുക, എന്നിട്ടൊക്കെ പോയി മേടിക്കാം. അതേപോലെ തന്നെ നിങ്ങൾ പോകുമ്പോൾ മാക്സിമം കളർഫുൾ ആയിട്ടുള്ള ഹെൽമെറ്റ് മേടിക്കും. ഇതിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സാധാ മെറ്റീരിയലും കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഈ AGVയുടെ കേസ് പറയുകയെന്ന് വെച്ചാൽ K1 സീരീസ് പറഞ്ഞാൽ ഒരേ മെറ്റീരിയൽ തന്നെ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഏറ്റവും ബേസ് എന്ന് പറയണത് മുതൽ ഏറ്റവും നല്ലത് എന്ന് അവർ പറയണവരെ. പക്ഷേ ഇതിലാകെ ഒരു ഡിഫറൻസ് വരുന്നത് ഈ ഒരു എന്താ പറയുക, ഗ്രാഫിക്സ് പാറ്റേൺ, അതിലൊക്കെയാണ് ഡിഫറൻസ് വരിക. അപ്പോൾ കളർഫുൾ ആയിട്ടുള്ള ഹെൽമെറ്റ് മേടിക്കാനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അതന്നെയാണ് അവരുടെ ട്രിക്കാണത്. ആക്ച്വലി കളർഫുൾ ആയിട്ടുള്ള ഹെൽമെറ്റ് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് അറിയാം. അപ്പോൾ അതിന് പ്രത്യേക റേറ്റ് കൂടും, മെറ്റീരിയലൊക്കെ സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ എന്തായാലും ബ്ലാക്ക് മേടിക്കാതിരിക്കാം. അല്ലെങ്കിൽ പിന്നെ അതിൽ എന്താ പറയുക, റിഫ്ലക്റ്റേഴ്സൊക്കെ ഉള്ളതാണെന്ന് വെച്ചാൽ ഓക്കെ. എന്തായാലും നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ വലിയൊരു ടൂറിംഗ് ഒക്കെ പോകുന്ന ടൈമിൽ എന്താ പറയുക, നമ്മൾ അത്രയും ഇതിലായി പോകുമ്പോൾ ദൂരം നിന്ന് നോക്കുമ്പോഴേ നമ്മുടെ വണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഒരു ബൈക്കിലാണെങ്കിൽ ഒരു ഹെൽമെറ്റ് കാണണം. അപ്പോൾ
അപ്പോൾ ഒരു ബ്ലാക്ക് കളറാണെന്ന് വെച്ചാൽ അത് ശ്രദ്ധിക്കുക പോലും ഇല്ല. അപ്പോൾ ദൂരെന്ന് ആ ഒരു സ്പീഡിൽ വരുന്ന വണ്ടിക്ക് നമ്മളെ കാണണമെങ്കിൽ നമ്മുടെ ഹെൽമെറ്റ് കളർഫുൾ ആയിരിക്കണം, ഒപ്പം ഹെഡ്ലൈറ്റ് വേണം, അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ശ്രദ്ധിക്കാം. എന്തായാലും ഹെൽമെറ്റ് മേടിക്കാൻ പോകുമ്പോഴൊരു കേസ്, ഹെൽമെറ്റ് മേടിക്കുമ്പോൾ നല്ല ടൈറ്റായിട്ടുള്ള ഹെൽമെറ്റ് തന്നെ മേടിക്കുക. ജസ്റ്റ് കയറ്റിയിട്ട് വെക്കാൻ പറ്റും ആ ഒരു ലെവലിൽ ഹെൽമെറ്റ് മേടിക്കാം, മെല്ലെ നമ്മുടെ തലയിലേക്ക് ഫിറ്റായി വന്നോളും. അല്ലാണ്ട് ഒരിക്കലും ലൂസായിട്ടുള്ള ഹെൽമെറ്റ് മേടിക്കരുത്. ഇനിയുള്ളൊരു ടിപ്പ് എന്ന് വെച്ചാൽ ഹെൽമെറ്റ് ഇടുക. ഹെൽമെറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ തല ഇങ്ങനെ ആട്ടി നോക്കുക. തല ഇങ്ങനെ ആട്ടുമ്പോൾ ഹെൽമെറ്റ് ഒപ്പം ആടാൻ പാടില്ല. നമ്മുടെ തലയ്ക്ക് അനുസരിച്ച് കറക്റ്റ് ഹെൽമെറ്റ് ഫിറ്റായിട്ടിരിക്കണം അവിടെ. അതാണ് പെർഫെക്റ്റ് ചോയ്സ്. അത് തന്നെയാണ് നിങ്ങൾ മേടിക്കേണ്ട ഹെൽമെറ്റും. അതേപോലെ തന്നെ കുറച്ച് നല്ല ബ്രാൻഡുകൾ ഹെൽമെറ്റിൽ ഞാൻ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്ത് അങ്ങനത്തെ ഹെൽമെറ്റ് മേടിക്കാം. നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് ആ ഒരു ബ്രാൻഡിലുള്ള ഹെൽമെറ്റ് മേടിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ 60-70 കിലോമീറ്റർ പോകുന്ന ആളാണെന്ന് വെച്ചാൽ ഇതേ ഹെൽമെറ്റിൽ ഇതേ ബ്രാൻഡുകളിൽ തന്നെ ക്വിക്ക് റിലീസും കിട്ടും, ഡീറിങ് കിട്ടും. ഡീറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡീറിങ് ഹെൽമെറ്റാണ്. ഇതാണ് സംഭവം. 2 റിങ്ങൊക്കെ കാണാൻ ഓക്കെ. ഇതാണ് 2 റിങ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ എടുത്തിട്ട് ഇടണം. അങ്ങനെ ഇത് എങ്ങനെ ഇടുക എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ആൾക്കാർ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കാം. ഇതിൻ്റെ ഇടയിൽ ടൈം കളയുന്നില്ല, പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക. അതേപോലെ തന്നെ ഹെൽമെറ്റ് മേടിക്കുന്ന സമയത്ത് അത് ഇട്ട് നോക്കുമ്പോൾ ഗുഡ് ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറയുമ്പോൾ ഈ വൈസറിൽ കൂടെ നോക്കുന്ന ടൈമിൽ റോഡിന് എത്ര ഭാഗം കാണാൻ പറ്റും നോക്കുക. അതായത് നിങ്ങൾക്ക് പുറത്തേക്ക് എത്ര ഭാഗം കാണാൻ പറ്റുന്നത്. കാരണം വെച്ചാൽ കുറേ സിറ്റുവേഷൻസൊക്കെ വരും നിങ്ങൾക്ക് വലിയ റൈഡ് പോകുമ്പോൾ. അപ്പോൾ ആ സിറ്റുവേഷൻസിലൊക്കെ ഹെൽപ്പ് ആവണമെങ്കിൽ അങ്ങനത്തെ ഒരു ഹെൽമെറ്റ് വേണം. അതേപോലെ തന്നെ EC സർട്ടിഫിക്കേഷൻ ഞാൻ പറഞ്ഞ പോലെ ബെസ്റ്റ് സർട്ടിഫിക്കേഷനാണ്. കാരണം വെച്ചാൽ ഹോട്ട് ആൻഡ് കോൾഡ് ടെസ്റ്റ്, കംപ്രസ് ചെയ്തിട്ട് ഹെൽമെറ്റ് പൊട്ടിച്ച് നോക്കുക, വൈസർ ടെസ്റ്റ്, അങ്ങനത്തെ ഒരുപാട് ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് അത് വരുന്നത്. അത് ഫോറിൻ ക്വാളിഫിക്കേഷനുമാണത്. അപ്പോൾ ആ ഒരു EC ടെസ്റ്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഹെൽമെറ്റ് മേടിക്കാൻ നോക്കുക. അതേപോലെ ഇതിൽ തന്നെ ഇഷ്ടം പോലെ ഡ്യൂപ്ലിക്കേറ്റ് ഹെൽമെറ്റ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സെല്ലറുടെ നിന്ന് മേടിക്കുക. ഇത്രത്തോളമാണ് ഇതിൽ പറയാനുള്ളത്. അതേപോലെ ഞാൻ കുറേ കണ്ടിട്ട് സ്കാമൊക്കെ വരാറുണ്ട് ഓൺലൈനിൽ. അപ്പോൾ അങ്ങനത്തെ ഒന്നും പോയി ചാടാതിരിക്കുക. ട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു കടയിൽ തന്നെ മേടിക്കുക. ചിലപ്പോൾ അവിടെ ഒരു 1000 റുപ്പീസ് അല്ലെങ്കിൽ 1500 ഒക്കെ അധികമാണെങ്കിലും ട്രസ്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ മേടിക്കുക. കാരണം ചിലപ്പോൾ പക്ക കോപ്പി ആയിട്ടുള്ള സാധനങ്ങളും ഇതേപോലെ ഇറങ്ങുന്നുണ്ട്. അത് ശ്രദ്ധിക്കാം. ഡീറിങ് ക്വിക്ക് റിലീസിൻ്റെ കാര്യം എന്ന് പറയുകയാണെന്ന് വെച്ചാൽ ഡീറിങ് എന്ന് പറയുന്നത് നിങ്ങളൊരു എന്താ പറയുക ചെത്തി പൊളിച്ച് ഓടിക്കുകയാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ലെങ്കിലും ഓടിച്ച് നടക്കുന്ന ഒരാളാണ്. അതേപോലെ തന്നെ എന്താ പറയുക ആക്സിഡൻറ്റ് പ്രോണാണെന്ന് നാട്ടുകാരൊക്കെ പറയുന്ന ഒരാളാണെന്ന് വെച്ചാൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഡീറിങ് മേടിക്കുക. അത് കുറച്ചും കൂടി സേഫ്റ്റിയാണ്. മറ്റേത് ക്വിക്ക് റിലീസ് എന്ന് പറയുന്ന സാധനം 60-70 കിലോമീറ്റർ പോവുകയാണെങ്കിൽ അത് മേടിച്ചാൽ മതി. ഡീറിങ് ആണ് കുറച്ചും കൂടി സേഫ് എന്ന് പറയുകയാണ്. എന്തായാലും ഇന്ന് ഈ വീഡിയോ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം വെച്ചാൽ നാച്ചുർ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് മിസ്റ്റേക്സ് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ എന്തായാലും വരുന്നതായിരിക്കും വേറെ ഹെൽമെറ്റിൻ്റെ. അപ്പോൾ അതിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മിറ്റിഗേറ്റ് ചെയ്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ട് സേഫ് റൈഡും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇറ്റ്സ് മീ ദ പാത്ത് മേക്കർ. ബൈ, സേഫ് റൈഡ്സ്.